അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ വ്യക്തിത്വത്തെ പവിത്രമായ ഒരു പരമ്പരയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു അവന്റെ ഖലീലായി തെരഞ്ഞെടുത്ത ആ മഹാനുഭാവന് അല്ലാഹു സുബ്ഹാനഹു വ തആല 13 മക്കളെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. സാറ ബീവിയിൽ നിന്ന് ജനിച്ച കുട്ടിയാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. പിന്നെ കന്തൂറ എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അതിലാണ് മഹാനായ മദിയനും അവിടുത്തെ 5 സഹോദരന്മാരും ഉൾപ്പെടെ 6 മക്കൾ ഉണ്ടാകുന്നത്. പിന്നെ 5 മക്കൾ ഹിജൂൻ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്നാണ്. ഇങ്ങനെ മൊത്തം 13 മക്കൾ ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ മക്കളെ കൂട്ടത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കൊണ്ടുവരുന്നത്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യം ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയെ സ്വഭാവ ദൂഷ്യം കാരണം ത്വലാഖ് ചെല്ലാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർദ്ദേശിച്ചു. രണ്ടാമതുണ്ടായ ഭാര്യയിൽ മഹാനവറുകൾക്ക് 12 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ 12 മക്കളിൽ മഹാനായ നാബിത്ത് എന്ന് പറയുന്ന കുട്ടിയുടെ പരമ്പരയിലൂടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നത്. ആ പരമ്പരയിൽ പ്രവാചകന്മാരുടെ വല്യുപ്പമാരായി വരുന്ന എല്ലാ ആളുകളും അത് പരിശുദ്ധന്മാരായിരുന്നു. അവര് ഏകദൈവ വിശ്വാസികളായിരുന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം സൂചിപ്പിച്ചതായി മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ റബ്ബ് തആല തന്നെ പറയുന്നു, അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ. ഓ പ്രിയപ്പെട്ട നബിയെ, അങ്ങ് സുജൂദ് ചെയ്യുന്നവരുടെ മുതുകിലൂടെ ആ കടന്നുപോകുന്ന രംഗം അള്ളാഹു കാണുന്നുണ്ടായിരുന്നു എന്നർത്ഥം വരുന്ന ആയത്ത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പല വ്യാഖ്യാനങ്ങളും പറയുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, മഅനാഹു, ഈ ആയത്തിന്റെ ഒരു വിശദീകരണം, അന്നഹു കാന യൻഖുലു നൂറുഹു മിൻ സാജിദിൻ ഇലാ സാജിദ്. സുജൂദ് ചെയ്യുന്ന അല്ലാഹുവിനെ നമിക്കുന്ന മുവഹിദായ ആളുടെ മുതുകിൽ നിന്ന് അതേപോലെ മുവഹിദായ പടച്ചവന് നമസ്കരിക്കുന്ന ഒരാളെ മുതുകിലേക്ക് അവിടുത്തെ പ്രകാശം, അവിടുത്തെ നുത്ഫത്ത് കടന്നു വന്നു. ഫഅലാ ഹാദ തഖ്ദീരി, ഈ വ്യാഖ്യാനമനുസരിച്ച് ഫൽ ആയത്തു ദാല്ലത്തുൻ അലാ അന്ന ജമീഅ ആബാഇ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാനൂ മുസ്ലിമീൻ. മുത്തുനബിയുടെ എല്ലാ പിതാക്കന്മാരും അവരൊക്കെ മുസ്ലിമീങ്ങളായിരുന്നു, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ചവരായിരുന്നു. എന്നിട്ട് മഹാൻ പറഞ്ഞു, വമിമ്മാ യുദല്ലു അലാ അന്ന ആബാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ കാനൂ മിനൽ മുശ്രിക്കീൻ. മുത്തുനബിയുടെ പിതൃ പരമ്പരയിൽ ആരും ബഹുദൈവാരാധകരായിരുന്നില്ല എന്നതിന് തെളിവാണ് ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ലം അസൽ ഉങ്കൽ മിൻ അസ്ലാബി ത്വാഹിരീന ഇലൽ അർഹാമി ത്വാഹിറാത്ത്. ഞാൻ പരിശുദ്ധരായ പിതാക്കന്മാരുടെ മുതുകിൽ നിന്ന് പവിത്രകളായ ഉമ്മമാരുടെ ഗർഭാശയത്തിലേക്ക് നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പിതാക്കന്മാര് പരിശുദ്ധരാണ്, ഉമ്മമാര് പരിശുദ്ധരാണ് എന്ന് അള്ളാന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഖുർആനിൽ അല്ലാഹു എന്തും പറഞ്ഞു, ഇന്നമൽ മുശ്രികൂന നജസുൻ. ബഹുദൈവ വിശ്വാസം, മുശ്രിക്ക്, അത് മാലിന്യമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു റസൂലും പറഞ്ഞ് പരസ്പരം വൈരുദ്ധ്യാവാൻ പാടില്ലല്ലോ. അപ്പൊ എന്റെ പിതാക്കന്മാരും എന്റെ മാതാക്കളും പവിത്രകളാണ്, പരിശുദ്ധരാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാലിന്യമാണ് എന്ന് പറഞ്ഞ നജസ് അവരാവാൻ പാടില്ല, ആ മുശ്രിക്ക് അവരാവാൻ പാടില്ല. എന്നിട്ട് മഹാൻ പറഞ്ഞു, ഫവജബ, അപ്പോൾ അനിവാര്യമായി അല്ലാ യകൂന അഹദും മിൻ അജ്ദാദിഹി മുശ്രിക്കാ. മുത്തുനബിയുടെ വല്യുപ്പമാരിൽ ഒരാളും മുശ്രിക്കില്ല, എല്ലാവരും മുവഹിദീങ്ങളാണ്, ഏകദൈവ വിശ്വാസികളാണ്. ആ രീതിയിൽ പവിത്രമായ ഒരു പരമ്പരയിലൂടെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറിനെയും ആ നുത്ഫത്തിനെയും അള്ളാഹു തആല കൊണ്ടുവരുന്നത്. ആ പിതൃ പരമ്പരയിൽ നമുക്കിനി ഒരാളെ പരിചയപ്പെടാം. അത്
ഹാഷിം എന്ന് പറയുന്ന ഒരാൾ. നമ്മൾ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകദേശം 20 വല്യപ്പമാരെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്, ഹാഷിം വഅബ്ദു മനാഫിം മുന്തസിബ്, ഖുസൈ കിലാബും മുറത്തുൻ കഅബുൽ ലുഐ, ഗാലിബ് വഫിഹറും മാലികുൻ നളുറുൻ നുഖൈ. ഇങ്ങനെ തുടങ്ങുന്ന വല്യപ്പമാരെ ലിസ്റ്റിൽ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് ഹാഷിം. അപ്പം മുത്തുനബിയുടെ 3ാമത്തെ വല്യപ്പയായ ഹാഷിം, അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു, ഖുറൈശികളുടെ തലവനാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവര് കച്ചവടം ചെയ്യുമ്പോൾ മദീനയിലെ ബനി അദീബിന് നജ്ജാർ ഗോത്രത്തിലെ പ്രഗത്ഭനായ അംബ്ർ എന്ന സഹോദരനുമായി കൂറായിട്ടായിരുന്നു കച്ചവടം നടത്തിയത്. അവര് ഒന്നിച്ച് കച്ചവടത്തിന് പോകും, ആ സൗഹൃദം കാത്തു സൂക്ഷിക്കും. മദീനയിലേക്ക് ഹാഷിം തങ്ങൾ പോകുമ്പോൾ അംബറിന്റെ കുടുംബത്തിലാണ് താമസ സൗകര്യം ഒരുക്കുക. മക്കയിലേക്ക് അംബർ വരുമ്പോൾ മഹാനവറുകളുടെ വീട്ടിലാണ്, ഹാഷിം തങ്ങളുടെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ താമസം ഉണ്ടാവുക. അങ്ങനെ നല്ല അഭേദ്യമായ ഒരു സൗഹൃദം അവർ തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ അംബർ ഹാഷിം തങ്ങളോട് ചോദിച്ചു അത്രേ, നമ്മുടെ ഈ സ്നേഹബന്ധം എന്നെന്നും നിലനിൽക്കുന്ന ഒരു കുടുംബ ബന്ധമായി മാറാൻ നിങ്ങൾ എൻ്റെ മകളെ വിവാഹം ചെയ്യുമോ? അദ്ദേഹത്തിന്റെ മകൾ സെൽമ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഹാഷിം തങ്ങളോട് വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കുടുംബത്തിന്റെ സമ്മതത്തോടുകൂടി മദീനയിലുള്ള തന്റെ കൂട്ടുകാരൻ അംബറിന്റെ മകൾ സെൽമയെ മദീനയിൽ വെച്ച് വിവാഹം ചെയ്യുകയാണ്. വിവാഹം കഴിഞ്ഞ് ഏതാനും ദിനരാത്രങ്ങൾ തന്റെ ഭാര്യയോടൊപ്പം താമസിച്ച് പിന്നീട് കച്ചവടാവശ്യാർത്ഥം അവര് ഫലസ്തീനിലെ ഗസ എന്ന പട്ടണത്തിലേക്ക് പോയി. ആ യാത്രയിൽ തന്നെ മഹാനായ ഹാഷിം തങ്ങൾ ഗസയിൽ വെച്ച് മരണപ്പെടുകയായി. എന്നാൽ ഈ സമയത്ത് മഹാനവറുകളുടെ ഭാര്യ സെൽമ മദീനയിൽ ഗർഭിണിയാണ് എന്ന വിവരം ഒരു പക്ഷേ ഹാഷിം തങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവൂല, മക്കയിലുള്ള ബന്ധുക്കളാരും തീരെ അറിഞ്ഞിട്ടും ഇല്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. മഹതിയായ സെൽമ ഒരു നല്ല ആൺകുഞ്ഞിന് ജന്മം നൽകി. ഹാഷിം എന്ന തന്റെ ഭർത്താവിനെ മുറിച്ചു വെച്ചതുപോലെ സുന്ദരനായ സുമുഖനായ ശരീരത്തിൽ നിന്ന് പ്രത്യേകമായ പ്രകാശം ഒഴിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവരാ കുട്ടിക്ക് പേരിട്ടു ശൈബത്തുൽ ഹംദ്. ശൈബത്തുൽ ഹംദ് എന്നാണ് ആ കുട്ടിക്ക് പേരിട്ടത്. അങ്ങനെ ആ കുട്ടി വളർന്ന് വലുതാവുകയാണ്. അമ്മാവന്മാരുടെ വീട്ടിലാണ് കുട്ടി വളരുന്നത്. ഏകദേശം ഒരു 6 വയസ്സ് പ്രായമുള്ള സമയത്ത് ചില ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത് കാണാം, ഈ കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല വില്ലാളി വീരനായി, അമ്പെയ്ത്തിന് വലിയ കഴിവുണ്ടായി. അങ്ങനെ മദീനയിൽ ഒരു അമ്പെയ്ത്ത് മത്സരം നടക്കുമ്പോൾ യുവാക്കളായ വില്ലാളി വീരന്മാരോട് മത്സരിക്കാൻ 6 വയസ്സുകാരൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അതൊരു വലിയ വാർത്തയായി. ആഭാലവൃദ്ധം ജനങ്ങളും ആ മത്സരം കാണാൻ തടിച്ചുകൂടി. കൂട്ടത്തിൽ യാദൃശ്ചികമായി മക്കയിലൂടെ മദീനയിലൂടെ യാത്ര പോകുകയായിരുന്ന ചില മക്കക്കാരും ഈ കുട്ടിയുടെ പ്രകടനം കാണാനിടെ. ഈ കുട്ടിയെ നോക്കിയിട്ട് ചില മക്കക്കാരടക്കം പറഞ്ഞു, ഈ കുട്ടിയെ കണ്ടിട്ട് ഇവൻ മദീനക്കാരെ മോഡൽ അല്ലല്ലോ. നമുക്കറിയാലോ, ഓരോരോ നാട്ടുകാരെ കണ്ടാൽ, ബംഗാളിനെ കണ്ടാൽ, അതുപോലെ തന്നെ കേരളക്കാരനെ കണ്ടാൽ, അറബികളെ കണ്ടാൽ ഓരൊക്കെ വ്യത്യസ്ത മുഖഭാവങ്ങളായിരിക്കും. നമ്മൾ വലിയ കന്തൂറിട്ടിട്ടൊന്നും കാര്യമില്ല, അറബികളപ്പം പറയാം മലബാറി എന്നറിയും. അത് ഓരോരുത്തരുടെ മുഖം കണ്ടാൽ അറിയാം. അപ്പൊ ഈ കുട്ടീനെ നോക്കിയിട്ട് മക്കക്കാരിങ്ങനെ സ്വകാര്യമായിട്ട് പറഞ്ഞു, ഈ കുട്ടി മദീനക്കാരനല്ലല്ലോ. അത് കേട്ട മദീനക്കാര് പറഞ്ഞു, അത്ര നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഈ കുട്ടി മക്കക്കാരനാണ്. അപ്പോഴാ മക്കക്കാർ അത്ഭുതപ്പെടുന്നത്, മക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു കുട്ടി മത്സരത്തിന് പോകുന്ന വിവരം നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പം പറഞ്ഞു അവര്, അതെ, നിങ്ങൾ അറിയില്ല, ഈ കുട്ടി നിങ്ങളുടെ മക്കയുടെ നായകനായിരുന്ന മഹാനായ ഹാഷിം മദീനയിൽ ഞങ്ങളെ സെൽമയെ വിവാഹം ചെയ്തിരുന്നു. ആ വിവാഹത്തിലുണ്ടായ കുട്ടിയാണ്. ഈ വാർത്ത അതാ കാട്ടുതീ പോലെ പടരുന്നു, മക്കയിലെത്തിച്ചേരുന്നു. മഹാനായ ഹാഷിം തങ്ങളുടെ സഹോദരൻ മുത്തലിബ് ഉടനെ തന്നെ മദീനയിലേക്ക് കുതിക്കുന്നു. മദീനയിൽ ചെന്നുകൊണ്ടതാ ഈ കുട്ടിയുടെ വീട് കണ്ടെത്തുന്നു.
അങ്ങനെ കുഞ്ഞിനെ കണ്ടപ്പം ബോധ്യമായി ഇതെന്റെ മരിച്ചുപോയ ഇക്കാക്കയുടെ മകൻ തന്നെയാണ്. കുട്ടിക്ക് വലിയ സന്തോഷം. തൻ്റെ പ്രിയപ്പെട്ട വാപ്പാനെ കാണാൻ പറ്റിയില്ലെങ്കിലും എളാപ്പയെ കാണാൻ കഴിഞ്ഞ സന്തോഷമാണ്. സെൽമക്കും വളരെ സന്തോഷം, മഹാനായ മുത്തലിബിനും വളരെ സന്തോഷം. അങ്ങനെ എല്ലാവർക്കും വളരെ റാഹത്ത്. ഏതാനും ദിവസങ്ങൾ ആ കുട്ടിയുടെ കൂടെ താമസിച്ച് ആ കുട്ടിയെ പതുക്കെ വശീകരിച്ച് മക്കയിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കി. അങ്ങനെ സെൽമയോട് ഒരു വിധം പറഞ്ഞ് സമ്മതം വാങ്ങി ഈ കുഞ്ഞിനെയുമായതാ മുത്തലിബ് മക്കയിലേക്ക് പോരുകയാണ്. ഈ കുട്ടിയുടെ മുഖത്തിനൊരു വല്ലാത്ത പ്രകാശമാണ്. കാരണം നുബുവത്തിന്റെ നൂറ് കടന്നു വരുന്ന വഴിയാണല്ലോ. ആ വെളിച്ചം കണ്ട് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കാണുന്നവർ കണ്ണ് തള്ളും വിധം ഈ കുട്ടിയുടെ സൗന്ദര്യം, സൗരഭ്യം ഇത് കണ്ട് ആസ്വദിച്ച് അവരൊക്കെ ചോദിക്കുന്നു, ഈ കുട്ടി ആരാണ്, ഈ കുട്ടി ആരാണ്? അപ്പോഴൊക്കെ മുത്തലിബ് പറയുമത്രേ, അബ്ദുല്ലി, അതെൻ്റെ ഒരു അടിമയാണ് എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുവരും. അങ്ങനെ മക്കയിലെത്തും വരെ ചോദിച്ചവരോടൊക്കെ അങ്ങനെ മറുപടി പറഞ്ഞു. അവസാനം മക്കയിലെത്തിയതിന് ശേഷം കുടുംബ വീട്ടിൽ കുഞ്ഞിനെ എത്തിച്ചിട്ട് പറഞ്ഞു, ഇവൻ അടിമയല്ല. ഗസയിൽ വെച്ച് മരണപ്പെട്ടു പോയ നമ്മുടെ ഇക്കാക്ക ഹാഷിമിന് മദീനയിൽ അവരുടെ ഭാര്യയിൽ ജനിച്ച കുട്ടിയാണ്. ഇവന്റെ പേര് ശൈബത്തുൽ ഹംദാണ്. പക്ഷെ അപ്പോഴേക്ക് മക്കക്കാരി കുട്ടിക്ക് പേരിട്ട് പോയി അബ്ദുൽ മുത്തലിബ്. കാരണം മുത്തലിബിന്റെ അടിമ എന്നാണല്ലോ പറഞ്ഞത്. അബ്ദുല്ലി എന്ന് പറഞ്ഞു. അതാണ് പേരായി മാറി അബ്ദുൽ മുത്തലിബ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ യഥാർത്ഥ പേരെന്താണ്? ഷൈബ എന്നാണ് പേര്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുമായുള്ള ആ കണക്ഷൻ അല്ലാഹു തആല ഉണ്ടാക്കുന്ന രൂപം നിങ്ങൾ ആലോചിച്ച് നോക്കി.